നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ നിത്യയും കൈലാസ് ജി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കളർഫുൾ ആയിട്ടുള്ള സംഗീതാത്മകമായിട്ടൊരു എപ്പിസോഡായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ വീണ്ടും റെഡ് കാർപ്പറ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. സോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഈ യാത്ര? എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ പാട്ട് കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നിത്യ മാമൻ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി നെയിം ആണോ അതോ അച്ഛന്റെ പേരാണോ? ആരാണ് മാമൻ? എന്റെ ഫാദറിന്റെ പേരാണ്. മാമൻ എന്ന് മാത്രമേ ഉള്ളൂ. മാമൻ വർഗീസ്. മാമൻ വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അതാണ് നിത്യ മാമനായിട്ട് എത്തിയത്. പിന്നെ കൈലാസ് ജിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വേറെ ഏതോ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, അതായത് പെഹല നഷ ആ പാട്ട് പോലത്തെ ഒരു പാട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നൊക്കെ. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് ഇതുപോലൊരു പാട്ട് ചെയ്തിട്ട് ഈ കരിയർ തന്നെ അങ്ങ് നിർത്താം, അങ്ങനെയൊക്കെ തോന്നിക്കളയും. അതുപോലെ ചില പാട്ടുകൾ ഇപ്പം ഞാൻ ഈ കടൽ എന്ന് പറഞ്ഞ സിനിമയിലെ റഹ്മാൻ സാർ ചെയ്ത മൂങ്കിൽ തോട്ടം എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ട്യൂൺ എന്തുകൊണ്ട് എന്റെ തലയിൽ വന്നില്ല. നോക്കുമ്പോൾ വളരെ സിമ്പിൾ ട്യൂൺ ആണല്ലോ, പക്ഷെ എന്തുകൊണ്ട് വന്നില്ല, അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നില്ല. പക്ഷെ എന്നാലും പെഹല നഷ അല്ലെങ്കിൽ ഈ മൂങ്കിൽ തോട്ടത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന പാട്ടുകൾ വരട്ടെ ഉടനെ തന്നെ. നമ്മളിപ്പോ മെമ്പർ രമേശൻ എന്ന സിനിമയെ കുറിച്ചിട്ടും അതിലെ പാട്ടിനെ കുറിച്ചും സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ അത് നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഭാഗമാണ്. പറയൂ നിത്യ, അലരെ എന്ന് പറഞ്ഞ സോങ് കുറിച്ചിട്ട്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ എന്നും എപ്പോഴും വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അദ്ദേഹമാണ്. അപ്പം ഈ അലരെ എന്ന വേർഡിന്റെ മീനിങ് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവില്ല, എന്തായിരിക്കും അത്? പെട്ടെന്ന് നമ്മൾ കേൾക്കാത്ത ഒരു വേർഡൊക്കെ ആയിരുന്നു. ആൻഡ് അതാണ് ഏറ്റവും കൂടുതൽ ആ പാട്ടിനെ അട്രാക്ട് ചെയ്തത്, അലരെ എന്നുള്ളത്. അത് എന്താ ശരിക്ക് അലർന്ന് വെച്ചാൽ പൂവ്. ശബരീഷ് വർമ്മയാണ് ഈ പാട്ട് എഴുതിയത്. ശബരീഷ് എനിക്ക് ആ ഹൈപ്പിച്ച് പോകുന്ന ഏരിയയിൽ അലരേന്ന് തന്നെ തന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട് അലരേ എന്നുള്ള വാക്ക് ഒരു മുമ്പൊരിക്കൽ ശരിക്കും ഹിമമഴ എന്നുള്ള പാട്ടിലും അകമേ എന്നുള്ളതിന് പകരം ആദ്യം ഒരു ഓപ്ഷൻ അലരയായിരുന്നു. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അകമേ യൂസ് ചെയ്തത്. അപ്പൊ ഈ വാക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ശബരീഷ് കറക്റ്റ് അത് തന്നപ്പം അത് തന്നെ ഈ പാട്ടിന്റെ ഹൈലൈറ്റ് ആയിട്ട് വെക്കാം എന്ന് വെച്ചു. പൂവ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം. അതെ, അപ്പൊ മേ ബി പൂവേ എന്ന് വിളിക്കുന്ന പോലെ കരുതാം. ഇപ്പൊ മാത്രമല്ല ഇതൊരു ചോദ്യമായി വരുമെന്നും അറിയാമായിരുന്നു. അത് പാട്ടിനെ ഹെൽപ്പ് ചെയ്യുമെന്നും തോന്നി. അപ്പോൾ വളരെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നിങ്ങൾ ആ പാട്ട് കൊണ്ടുവന്നത്. ഈ ഏതെങ്കിലും ലാംഗ്വേജ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടോ മനസ്സിലായി? തമിഴ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് അഡ്വർടൈസ്മെന്റ് മ്യൂസിക്കിൽ തമിഴും തെലുങ്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തമിഴിന്റെ ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമുക്ക് എന്തിനേയും പാട്ടാക്കാം. നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നതിനെ നമുക്ക് പാട്ടാക്കാം. അതെ. അപ്പോൾ എന്തായാലും അത് ഉടനെ തന്നെ നമ്മൾ പ്രേക്ഷകർ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ മലയാളത്തിൽ എന്തൊക്കെയാണുള്ളത്? മലയാളത്തിൽ ഇപ്പം സിബി മലയിൽ സാറിന്റെ കൊത്ത് എന്ന മൂവി അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു സിബി സാർ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡയറക്ടറാണ്. അപ്പം ഈ കമ്പോസിംഗ് ടൈമിലേക്ക് അദ്ദേഹം കൂടെ വരുമോ? ഉണ്ടായിരുന്നു. മാത്രമല്ല ശരിക്കും നമുക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ രവീന്ദ്ര മാസ്റ്ററിന്റെയും ഔസിയപ്പച്ചൻ സാറിന്റെയും വിദ്യാസാഗർ സാറിന്റെയും കൂടെ. അപ്പം നമുക്കൊരു ഇത് നമ്മൾ അദ്ദേഹത്തിന് കൂടെ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എത്ര പാട്ടുകളുണ്ട്? 4 പാട്ടുണ്ട്. 4 പാട്ട് എല്ലാ വേറെ വേറെ ജോണറിലുള്ള പാട്ടുകളാണോ? അതെ, ഒരു 3 പാട്ട് ഡിഫറെന്റ് ജോണറാണ്. ഓക്കെ, അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് കുറെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ കേൾക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഗെയിം ഉണ്ടല്ലോ ഇനിയൊരു ഗെയിം ഉണ്ട്. അപ്പൊ ദം ഷോട്ട്സ് എന്ന ഈ മ്യൂസിക്കൽ ഗെയിം കളിക്കാൻ ഇവർ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നിത്യ തന്നെ തുടങ്ങട്ടെ അല്ലേ? റെഡി? യെസ്, മ്യൂസിക്. ഞാനും എൻ്റെ ആളും അല്ല, ഉപദ്രവിച്ചു, ഞാൻ കവിളി തൊട്ടു, ഞാൻ എന്നെ അടിച്ചു, ഞാൻ എന്നെ അടിച്ചു. എന്തോ കുഴപ്പമുണ്ടല്ലോ. അല്ല, ഞാൻ എന്നെ അടിച്ചു. ഞാൻ അടിച്ചില്ല, ചുമ്മാ പാവം. പേര് നിത്യ മാമൻ. മാമൻ ഇടിച്ചു. ഈ ഇടിച്ചു എന്നല്ലാണ്ട് വേറെ കാണിക്കേ. അതെ, ഈ ഇടി വേണ്ട, ഇടി എന്നുള്ള വാക്കാണ് മനസ്സിൽ വരുന്നത്. അടിച്ചു, തല്ലി, ഞാൻ അല്ല, എന്നെ തല്ലല്ലേ സാറേ, ഞാൻ നന്നാവൂല. എന്നെ തല്ലല്ലേ സാറേ, ഞാൻ നന്നാവൂല. അതല്ല സാറല്ല, എന്നെ തല്ലല്ലേ മാമ, ഞാൻ നന്നാവൂല. ഇനി അടുത്തത് നിത്യയുടെ ചാൻസ് ആണ്, എടുത്തോളൂ.
ഇങ്ങനെ പൂ ഇങ്ങനെ വിരിയുന്നത് ആ ലോട്ടസ് താമര ആ താമരക്കിളി പാടുന്നു താമര കുമ്പിടിൽ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾ. താമരപ്പൂവിൽ വാഴും Yes. ദേവിയല്ലോ കാഴ്ച, കാണൽ, കാണൽ, കാണെ സോറി. ആ ഞാൻ കണ്ടു, ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്റെ കണ്ണ് അല്ല സോറി. അതന്നെ ഞാൻ നിന്റെ കണ്ണ് ആ ആ നീയും ഞാൻ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? നീയും ഞാനും അല്ല കണ്ടു ആ ഞാൻ കണ്ടു അല്ല കണ്ണിന് വേറെ വാക്കാണോ? യെസ് ആ നയനം അല്ല എന്റെ അമ്മയാണ് നിന്നെ കൊല്ലി ഞാനും ചാവും. കണ്ണ് മിഴി മിഴി യെസ് മിഴി യെസ് മിഴി യെസ് യെസ് ഒരെണ്ണം പെർഫോമൻസ് പ്രഷറായി പോയിട്ടോ. ആ. ഞാൻ മിഴി ഞാൻ മിഴി ഞാൻ മിഴി അതൊന്നും എല്ലാം കൂടി ഒന്ന് കൂട്ടി കൂട്ടി യോജിപ്പിക്കും. യോജിപ്പിക്കണം അല്ലേ? എന്റെ ശിവനെ, ചായ കണ്ടു കണ്ടു ഞാൻ മിഴി കണ്ടു, മിഴി കണ്ടു ഞാൻ മിഴി കണ്ടു. ചായ മിഴി കണ്ടില്ല, കണ്ടു ഞാൻ മിഴികളിലാണ്. ശ്ശോ. ജൂൺ വരെ പാടി തന്നു. കണ്ടു ഞാൻ മിഴികളിൽ കേട്ടു ഞാൻ മൊഴികളിൽ ഹൃദയം അടിപൊളി നോക്കി? യെസ് നോക്കി നിന്നു നോക്കി നോക്കി Perfect. നോക്കി കാത്ത് കാത്ത് ആ ആ ആ ആ നോക്കിയിരുന്ന് നോക്കി 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 നിന്നു കാത്ത് 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന് മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന് ഇത് കുറച്ച് ഫെമിലിയർ സോങ് ആണ് എന്നാലും എനിക്ക് പാട്ട് അറിയില്ല പക്ഷെ പാട്ട് അറിയില്ല. എന്നാ ഞാനൊന്ന് അഭിനയിച്ചാണ് ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. പൊട്ട് പൊട്ട് തൊട്ട് പൊട്ടുകുത്തി ചേല ചുറ്റി പുടവ പുടവ ചുറ്റി പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കാം സീതപ്പെണ്ണെ ചിക്കി ചിക്കാം. അതന്നെ. വിഷമാധവൻ പൊടിമീശ മുളയ്ക്കുന്ന കാലം പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചിൽ ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിൽ ആവണി വരവില് ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. അപ്പോ ഈ ഒരു ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ആരാണ്? നിത്യ. തെറ്റി പറയുന്നെങ്കിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഒരു ഹൈലൈറ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമേഴ്സ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന ആരാണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷയില്ലേ? അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ വരാൻ പോകുന്ന കലാകാരിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ? അപ്പോൾ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വസന്ത പഴയന്നൂർ. വസന്ത ചേച്ചി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ശക്തമായി നാടൻ പാട്ടിനെ പിന്തുണയ്ക്കുന്ന ഒരു കലാകാരിയാണ് അല്ലേ? നാടൻ പാട്ട് ഒരുപാട് പാടി ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്.
പിന്നെ അത്യാവശ്യം സിനിമാ പാട്ടുകൾ പാടും, പിന്നെ ഒരു കവിയത്രിയാണ് അല്ലേ? അതെ അപ്പൊ ഇതെല്ലാം കൂടി മാനേജ് ചെയ്തു പോകുന്നു. അതിനൂടെ ഡബിങ് ചെയ്യാൻ പോകും ഇടയ്ക്ക്. സിനിമകൾക്കാണോ അതെയോ? രണ്ടുണ്ട്, സിനിമയ്ക്കുണ്ട്, ഷോർട്ട് ഫിലിം, ആൽബം എല്ലാത്തിനും ചെയ്യാറുണ്ട്. അപ്പൊ ഈ ആദ്യം വളരെ ചെറുപ്രായത്തിൽ ഏതാണ്, നാടൻ പാട്ടാണോ തുടങ്ങിയത് അതെയോ എഴുതാനാണോ തുടങ്ങിയത്? നാടൻ പാട്ടാണ് തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത് ശരിക്കും? ഇതിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത അനുഭവത്തിൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ പാട്ടിലോട്ട് വന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ താഴെയുള്ള പിള്ളേരെയൊക്കെ നോക്കി അവർ കരയുമ്പോഴൊക്കെ അങ്ങനൊരു മനസ്സിൽ അന്നുണ്ടായിരുന്നു. അന്നൊന്നും എഴുതാൻ പറ്റിയില്ല, പിന്നീടാണ് അതൊക്കെ എഴുതിയൊരു പാട്ടിന്റെ രൂപത്തിലാക്കിയത്. മെയിൻ പെർഫോമൻസ് അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞ വേറെ പാട്ടുണ്ടോ? എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കരേ വിരിജു പേട്ടതുണ്ട് കയ്യ മാനിനങ്കരേ, എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കരേ വിരിജു പേട്ടതുണ്ട് കയ്യ മാനിനങ്കരേ, മാനിനങ്കരേ തങ്കാറ്റി കുമരനങ്കരേ, കുമരനങ്കരേ തങ്കാറ്റി മാനിനങ്കരേ, മാനിനങ്കരേ തങ്കാറ്റി കുമരനങ്കരേ, കുമരനങ്കരേ തങ്കാറ്റി മാനിനങ്കരേ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഇവർ രണ്ടുപേരും കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ ചേട്ടാ. ഞാൻ കെ ലക്ഷ്മണൻ. യെസ്. അപ്പോൾ എന്താണ്, വസന്തയുടെ ഗുരുവാണോ അതെയോ എന്താണ്? ശരിക്ക് വസന്ത മാഡം എന്റെ ഗുരുവാ. ഓ, വസന്ത ഞാൻ മാഡം. ഒരു വർഷമായിട്ടുള്ളതിലേക്ക് വന്നിട്ട്. അത് ശരി. അപ്പൊ എന്നെ കൈ പിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണ ഒരു ബഹുമുഖ പ്രതിഭയാണ്. താങ്കളും പാട്ട് പാടുന്ന പാട്ടാണോ, ഡബിംഗ് ആണോ, നാടകമാണോ, എഴുത്താണോ? ഞാൻ ശരിക്കും റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ്. ഓ. പിന്നെ ഞാൻ ഗാനരചന നടത്താറുണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ആൽബം ചക്കരയുമ്മ, ചക്കരയുമ്മ ആൽബം ഞാൻ എഴുതിയ വരികളാണ്, സംഗീതം ചെയ്തത് എന്റെ ഗുരുനാഥയാണ്. ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത്? പേര് പറയൂ. എന്റെ പേര് ഷാനു ഷമീർ എന്നാണ്. ഞാൻ ക്യാമറയും എഡിറ്റിംഗും ചെയ്യണാണ്. ഓ, അത് ശരി. ഇവരുടെ പ്രോഗ്രാംസ് അങ്ങനെ ചെയ്യണാണ്. അടിപൊളി. അപ്പൊ എന്തായാലും രണ്ടുപേരെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു. അപ്പൊ ഫീലുള്ള ഒരു സോങ് ആയിരുന്നു, സ്വന്തമായിട്ട് എഴുതി ട്യൂൺ ചെയ്ത് പാടി. ചേച്ചി ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോയി എന്ന് എനിക്ക് തോന്നി അല്ലേ? അതുകൊണ്ടാണ് ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. എന്താ തോന്നിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും? അനുഭവത്തിൽ നിന്നുള്ള പാട്ടായതുകൊണ്ട് കൂടുതൽ നമുക്കത് ഉള്ളിലോട്ട് ടച്ച് ചെയ്തു എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു അതെ അതെ ഒരു വിഷ്വൽസ് വരുന്നു. ആ പാടത്ത് പണിയെടുക്കുന്നതും കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും ഒക്കെ അങ്ങനെ. അയ്യോ, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ആ കാത്തിരിപ്പിന്റെയും വിഷമവും ഒക്കെ ഇഷ്ടപ്പെട്ടു. അതെ, വളരെ ടച്ചിങ് ആയിരുന്നു. ഭയങ്കര ഫീലായിരുന്നു. നമ്മൾ വേറെ ഏതോ ലോകത്ത് ചെല്ലണം ദൈവങ്ങളെ, നായൂരി നാവൂരി നെല്ല് കിട്ടാൻ തൂര്യം മറയണം ദൈവങ്ങളെ, പാതിര പോയി പൂവുകള് പാടത്ത് ചെല്ലണം ദൈവം. അപ്പൊ എന്തായാലും ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഒരു മ്യൂസിക് ടച്ച് ഉള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും പിന്നെ വസന്ത ചേച്ചിയും എല്ലാവരും കൂടി വന്നപ്പോൾ നല്ലൊരു എപ്പിസോഡ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് അടുത്തൊരു അവസരത്തിൽ തീർച്ചയായിട്ടും കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും ഗെയിമും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങളും ഹാപ്പി അല്ലേ? സൂപ്പർ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും അല്ലെങ്കിൽ പുതിയ പെർഫോമൻസുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. Till then, take care and bye bye. This is Red Carpet.